അപ്പം നമുക്കൊരു ഇന്റർനാഷണൽ സ്റ്റുഡന്റിനെ കിട്ടിയിട്ടുണ്ട്, മലയാളി തന്നെയാണ്. അപ്പം എന്താണ് പേര്, ഏതാ കോഴ്സ്, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളതെന്ന് പറയാം. എന്റെ പേര് ദേവിക. ഞാനിവിടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ ഫിസിക്സ് ബാച്ചിലർ കോഴ്സ് ചെയ്യുവാണ്. ഓ, ഡബിൾ ഡിഗ്രി ആണോ അത്? ഇതൊരു പ്രൊഫഷണൽ ബാച്ചിലർ ഡിഗ്രി ആണ്. നമുക്ക് ഇവിടെയും ആക്ച്വലും ക്ലാസ് ഉണ്ട്, ആഴ്ചയിലും ക്ലാസ് ഉണ്ട്. അപ്പൊ രണ്ട് യൂണിവേഴ്സിറ്റിയിലായിട്ട് അങ്ങനെ പഠിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ എന്ത് പോസ്റ്റിലേക്കാണ് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? നിലവിലിപ്പോ ഇവർ പറയുന്ന വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ബാച്ചിലർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്കിപ്പോ മാസ്റ്റേഴ്സ് വേണ്ട, ഡയറക്റ്റ് നമുക്കിപ്പോ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ മെഡിക്കൽ റിസർച്ച്, മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ റിസർച്ച്, അങ്ങനെ ആ ഒരു കൈൻഡ് ഓഫ് ഫീൽഡിലോട്ട് പോവാം. ഇൻ കേസ് അല്ല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മെഷീൻസിന്റെ എക്യുപ്മെന്റ്സ് ചെക്ക് ചെയ്യുക, ആ രീതിയിലുള്ള. ഓക്കെ ഓക്കെ. അപ്പോ ഇയാള് ബാച്ചിലർ അല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? അപ്പൊ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് മൊത്തത്തിലൊരു അഭിപ്രായം എന്താ? ഇപ്പൊ ക്ലാസ് എല്ലാം തുടങ്ങിയോ? എത്ര വർഷം ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട്? ഫോർത്ത് സെമസ്റ്റർ. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് കോഴ്സിനെ പറ്റിയിട്ട്? കോഴ്സ് എളുപ്പമാണോ പഠിക്കാനായിട്ട്? അതോ ഇനിയിപ്പോ വരാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് അവർക്ക് ഈ കോഴ്സിനെ പറ്റിയിട്ട് ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ്? ഈ ഒരു കോഴ്സ് എത്രത്തോളം ഡിഫിക്കൽട്ട് ആണോ, അത് ഈസി ആണോ പഠിക്കാനായിട്ട്? എളുപ്പമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു സ്റ്റുഡന്റിനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. ബിക്കോസ് നമ്മുടെ ആ ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ അല്ല നമ്മളിവിടെ പഠിക്കുന്നത്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പക്ഷെ നമുക്ക് കുറച്ച് എഫേർട്ട് എടുക്കാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. നല്ലൊരു പ്രൊഫഷണൽ കോഴ്സാണ്. പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ സീനിയേഴ്സ് തന്നെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഡയറക്റ്റ് നല്ലൊരു പൊസിഷനിലോട്ട് പോസ്റ്റിംഗ് കിട്ടി, അങ്ങനെ മാറുന്ന കുറെ പേരുണ്ട്. പിന്നെ ഒരുപാട് ഇപ്പൊ നമ്മുടെ കോഴ്സ് ഇപ്പോ 4.5 years ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യണം, പഠിക്കണം. പിന്നെ നാട്ടിലൊക്കെ നമ്മുടെ കുറച്ചു പേർക്കൊക്കെ ഒരു ഇതുണ്ട്, ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പഠിക്കണ്ട, അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ജസ്റ്റ് പോയാൽ മതി, പാസ്സാവും, അതാണ് ആ ഒരു മൈൻഡിൽ നിന്നാണെങ്കിൽ ഇങ്ങോട്ട് വരാനേ പാടില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇനി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, പിന്നെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയും. ഈ ഡെയിലി ക്ലാസ് ഉണ്ടോ? എങ്ങനെയാണ്? വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ഇപ്പോ? ഞാൻ പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. എവിടെയാണ് ചെയ്യുന്നത്? ഞാനിവിടെ ഒരു റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡെയിലി ഞങ്ങൾക്ക് ക്ലാസ്സസ് ഒന്നുമില്ല. എനിക്കിപ്പോ ഇന്നത്തെ ദിവസം ഈവനിങ് ആ ക്ലാസ് വരണേ. അപ്പോ ഒരു 4 to 5 days മിക്ക വളരെ റയർ ആയിട്ട് ഉണ്ടാവുള്ളൂ. 3 to 4 days അങ്ങനെ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് എല്ലാം ചെയ്യേണ്ടി ഉണ്ടോ? ഞങ്ങൾക്ക് ഒരു 4 ഇന്റേൺഷിപ്സ് വരുന്നുണ്ട്. 4 ഇന്റേൺഷിപ്പ് ഉണ്ട്. അത് യൂണിവേഴ്സിറ്റി കമ്പൽസറി ആയിട്ടുള്ള ഇന്റേൺഷിപ്പ്. പിന്നെ അതല്ലാണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചൂസ് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ ഇന്റേൺഷിപ്പ് എങ്ങനെ യൂണിവേഴ്സിറ്റി പറഞ്ഞതിൽ അസിസ്റ്റൻസ് കിട്ടോ, അതോ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണോ? ഞങ്ങൾക്ക് കൂടുതലും ഇന്റേൺഷിപ്പ് വരുന്നത് എന്റെ ഒരു ഇത് വെച്ചിട്ടാണ്, ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് എനിക്ക് 2 ഇന്റേൺഷിപ്പ് വരുന്നത്. ഒരു കമ്പനി ഉണ്ട്, വിസുലോ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ഇവിടെ, കുറച്ച് ഔട്ടറിലാണ്. അപ്പൊ ആ ഒരു കമ്പനിക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ഉള്ളതുകൊണ്ട് 2 ഇന്റേൺഷിപ്പ് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് നമുക്ക് ഒരു ഹോസ്പിറ്റൽ, RSUന്റെ ഹോസ്പിറ്റലില് ഒരു ഇന്റേൺഷിപ്പ് അങ്ങനെ. ഓക്കെ. അപ്പം ഇന്റേൺഷിപ്പ് ഇവരുടെ അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും? നമുക്ക് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് തന്നെ അവിടെ ഉണ്ടാവും. ഇറാസ്മസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? അതിന്റെ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടോ? എറാസ്മസ് ഫുൾ ടേം എറാസ്മസിന് അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ഷോർട്ട് ടേം ബ്ലെൻഡഡ് ഇന്റൻസീവ് പ്രോഗ്രാം എന്നും പറഞ്ഞൊരു. അതെങ്ങനെ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ആണോ നോക്കുന്നത്, അതോ ഇന്റേൺഷിപ്പ് ആണോ നോക്കുന്നത്? അതെന്ന് പറഞ്ഞാല് ജസ്റ്റ് ലൈക്ക് നമുക്കൊരു 1 month ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സ് ആണ് ഷോർട്ട് ടേം എറാസ്മസ് എന്ന് പറയും. അപ്പൊ അത് ഞാൻ ഓൾറെഡി പോരണ കംപ്ലീറ്റ് ചെയ്തു ലിത്വേനിയയില്. ആൻഡ് ജൂലൈയില് ഞാൻ 2ാമത് റൊമേനിയയില് പോരായിട്ട് ഓൾമോസ്റ്റ് പ്രോസസ്സിംഗ് ഒക്കെ നടക്കും. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്ത്. പേരെന്തായിരുന്നു പറഞ്ഞത്? ദേവിക. സ്ഥലം നാട്ടിലെവിടെയായിട്ടാണ്? ട്രിവാൻഡ്രം. ഓക്കെ ഓക്കെ. അപ്പം ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് ആരായിരുന്നു ദേവിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഏജൻസി ത്രൂ പറഞ്ഞതാണോ അതോ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തിട്ട്? മെഡിസിൻ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. ഇവിടെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ്, അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചതാണ്. പിന്നെ ഞാൻ ഏജൻസി സംസാരിച്ചു, ഓക്കെ ആണെന്ന് തോന്നി, അങ്ങനെ ഇങ്ങോട്ട് വന്നത്.